അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹക്കൂട്ടുകാരെ, അഭിവന്ദനായ മുഹമ്മദ് അലി വഴിയുടെ കൂടെ അതിരാവിലെ തന്നെ ബസാർ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയായിരുന്നു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് ഈ വിനീതന് കിട്ടിയ സ്ഥലം അന്തമാനിലെ തുഷ്നാബാദിലായിരുന്നു. സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് അറിയുന്നത് ബസ് അവിടെ നിന്നും ജസ്റ്റ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരെ ജംഗ്ഷനിലേക്ക് വന്നു. ട്രാവലർ എന്ന് തോന്നിക്കുന്ന ഒരു ബസ് വന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില ബസ്സിന് ബോർഡ് ഉണ്ടാവും, ചിലതിന് ബോർഡ് ഉണ്ടാവില്ല. എന്നാൽ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ചില ബസ്സിന് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലോ ഇതൊന്നും അറിയാത്ത പാവങ്ങൾ ബസ് നിർത്തിയിട്ട് വീണ്ടും ചോദിക്കുന്ന ഒരു സ്ഥിതി അതും കാണാം. അതിരാവിലെ തന്നെയുള്ള യാത്ര ആയതുകൊണ്ട് പരിസര പ്രദേശങ്ങളിലൊക്കെ മഞ്ഞ് കൂടിയ ഒരു സാഹചര്യമായി. എന്നാലും അതിമനോഹരമാണ്. ബസ് യാത്ര എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അങ്ങനെയാണ്. സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള പുതിയ കാലത്തും വ്യത്യസ്തമായൊരു വൈബ് തന്നെയാണ് ബസ് യാത്ര എന്ന് പറയുന്നത്. കൂട്ടുകാരോടൊപ്പമാണെങ്കിലും ഫാമിലിയോടൊപ്പമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. തലേന്നത്തെ ദിവസത്തിൻ്റെ ബസ് ചാർജ് എന്ന് പറയുന്നത് 35 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 44 രൂപയായി എന്നുള്ളത്. പറയാവുന്ന വലിയ മാറ്റങ്ങളൊന്നും ഇന്നത്തെയും ബസ്സിനൊന്നും ഇല്ലെങ്കിൽ പോലും ക്യാഷ് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ബസ്സിൻ്റേതാണല്ലോ, ബസ്സുകാരുടേത് കൂടിയാണല്ലോ. എന്നാലും മനോഹരമായിരുന്നു യാത്ര. സുഹൃത്ത് മുജീബുദവി ബൈക്കിൽ പോരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബസ്സിൽ പോരാമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഒന്ന് ആസ്വദിച്ച് പോകാമെന്നത് മാത്രമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ദിലാലിപ്പൂരിൽ നിന്നും 26 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം തുഷ്നാബാദിലെത്താൻ. മറ്റിതര ദേശങ്ങളെ പോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളൊക്കെ പൊതുപരീക്ഷ എഴുതുന്ന ദിവസം കൂടിയാണല്ലോ ഇന്ന്. കൃത്യമായി പറഞ്ഞാൽ 325 വിദ്യാർത്ഥികളാണ് അന്തമാനിൽ ഈ വർഷം പൊതുപരീക്ഷ എഴുതുന്നത്. അരമണിക്കൂറിലധികമുള്ള യാത്രയ്ക്ക് ശേഷം തുഷ്നാബാദിലെത്തി. മനോഹരമായ കെട്ടിടവും തൊട്ടപ്പുറത്ത് തന്നെയുള്ള പള്ളിയും എന്തൊക്കെയായാലും
മതത്തോടും മതസംവിധാനങ്ങളോടുമുള്ള അന്തമാൻ നിവാസികളുടെ പ്രതിബദ്ധതയും താല്പര്യവും ഒന്ന് വേറെ തന്നെയാണ്.